ഹായ് ഗായ്സ്. എൻ്റെ പേര് ജോസഫ്. എൻ്റെ ഒരു ജേണി എന്ന് പറഞ്ഞാൽ ഞാൻ 10th CBSE ആയിരുന്നു, ദെൻ 12th ഞാൻ സ്റ്റേറ്റ് സിലബസ് ആയിരുന്നു, ആൻഡ് അഗെയിൻ ഞാൻ എൻ്റെ ഡിഗ്രി ഒരു ട്രിപ്പിൾ ഡിഗ്രി ആയിരുന്നു. അത് മാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. ഞാൻ അത്ര ഹൈ ക്ലാസ് പറക്കുന്ന മാർക്കുള്ള സ്റ്റുഡൻ്റ് ഒന്നുമല്ല. ഐ എം ജസ്റ്റ് ആൻ ആവറേജ് ഗൈ വിത്ത് ആൻ ആവറേജ് മാർക്ക്. ഓക്കെ, സോ ആഫ്റ്റർ മൈ ഡിഗ്രി ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കുറച്ച് ഗവൺമെൻറ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി അങ്ങനെ ഒരു ഫ്ലോയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഞാൻ ജോസഫ് സാറിനെ മീറ്റ് ചെയ്യുന്നതും ഞാൻ സാറ്റ് ഒന്ന് അറ്റൻഡ് ചെയ്യുന്നതും. അങ്ങനെ സാറ്റ് അറ്റൻഡ് ചെയ്തതിന് ശേഷം എനിക്കുണ്ടായ ഒരു ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ ഐ കെയിം ടു നോ വാട്ട് മൈ ബെസ്റ്റ് ആപ്റ്റിറ്റ്യൂഡ് ഈസ്. അപ്പം അതുവരെ എനിക്കൊരു ഐഡിയ ഉണ്ട്. ഞാൻ എന്നിൽ നടത്തിയ സെൽഫ് അസസ്മെൻ്റ് ഒക്കെ വെച്ച് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. ഓക്കെ, ഐ ആം ഗുഡ് അറ്റ് ദീസ് തിങ്സ്, എനിക്ക് ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റും, ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റില്ല. സോ ഇതാണ് എൻ്റെ ഒരു കരിയർ എന്നൊക്കെ സെറ്റ് ചെയ്താണ് ഞാൻ എൻ്റെ ഡിഗ്രി സബ്ജക്ട്സ് ഞാൻ ചൂസ് ചെയ്തത്. അപ്പം അതിൽ എനിക്ക് ചെറിയൊരു പാളിച്ച പറ്റി. ഓക്കെ, എപ്പോഴും നമ്മുടെ ടീനേജ് ടൈമിൽ നമ്മുടെ സെൽഫ് അസസ്മെൻറ്റ് എപ്പോഴും ടോപ്പ് നോച്ച് കറക്റ്റ് ആവണമെന്നില്ല. സോ അതിൽ മേ ബി ചെറിയൊരു പാളിച്ച പറ്റി. അതെനിക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റിയത് സാറ്റിലൂടെയാണ്. ഓക്കെ, എൻ്റെ പാഷനായ സബ്ജക്ട്സാണ് ഞാൻ ഡിഗ്രിക്ക് ചൂസ് ചെയ്തത്. അതായത് എൻ്റെ സെൽഫ് അവെയർനെസ് വെച്ച് ഓക്കെ ദിസ് ഈസ് ഗോയിങ് ടു ബി മൈ ഫീൽഡ് എന്ന് ഞാൻ പ്രതീക്ഷിച്ച് എൻ്റെ പാഷനിലുണ്ടായിരുന്ന സബ്ജക്റ്റാണ് ഞാൻ ഡിഗ്രിക്ക് ചൂസ് ചെയ്തത്. ആൻഡ് ഞാനതിൽ ഹാപ്പി ആയിരുന്നു. ആൻഡ് ആഫ്റ്റർ സാറ്റ് എടുത്തതിന് ശേഷം വെൻ ഐ തിങ്ക് ബാക്ക്, ഐ തിങ്ക് ഈ സാറ്റ് എനിക്ക് കുറച്ചുകൂടെ നേരത്തെ എടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ മേ ബി എൻ്റെ ഡിഗ്രി സബ്ജക്ട്സ് ചെറിയൊരു ചേഞ്ചസ് ഒക്കെ വരുത്തി കഴിഞ്ഞിരുന്നെങ്കിൽ ഐ കുഡ് ഡു മച്ച് ബെറ്റർ. സാറ്റ് എടുത്തതിന് ശേഷം ജോസഫ് സാറിൻ്റെ അടുത്ത് ഞാൻ റിവ്യൂവിന് പോയി. സാറ് എൻ്റെ ആപ്റ്റിറ്റ്യൂഡ്സ്, എൻ്റെ എവിടെയാണ് എൻ്റെ അപ്പർ ഹാൻഡ്, എവിടെയാണ് ലോ ഹാൻഡ് എന്നൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു തന്നപ്പം ആൻഡ് ഐ അഗെയിൻ തിങ്ക് ഓഫ് മൈസെൽഫ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ ആ സാധനമൊക്കെ പണ്ട് തൊട്ട് എൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ അങ്ങനെ ഒരു ഫീൽഡ് ചൂസ് ചെയ്ത് അങ്ങനെ അങ്ങ് പോകുമായിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ബി മച്ച് ബെറ്റർ. ഇത് വേസ്റ്റ് ആണെന്നല്ല ഞാൻ പറഞ്ഞത്, കുറച്ചുകൂടെ നന്നായേനെ. അപ്പം ഐ തിങ്ക് എവ്രി വൺ ഷുഡ് ടേക്ക് ദിസ് ബിക്കോസ് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ എനിക്ക് എൻ്റെ ആപ്റ്റിറ്റ്യൂഡ് എന്നാന്ന് അന്നേരം എക്സാക്ട്ലി പിൻ പോയിന്റ് ചെയ്യാൻ പറ്റിയില്ല. സോ അതിൽ ചെറിയൊരു പാളിച്ച പറ്റി. ഇത് അന്നേരം എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനിലോട്ട് എനിക്ക് പോകാമായിരുന്നു, എൻ്റെ ഏറ്റവും ബെസ്റ്റ് കരിയറിലോട്ട് എനിക്ക് പോകാമായിരുന്നു. ആൻഡ് എനിക്ക് കുറേ കൂടെ എൻ്റെ കരിയർ പാത്ത് കുറേ കൂടെ ഈസി ആകുമായിരുന്നു. ഓക്കെ, ഹാപ്പൻ ആസ് ഹാപ്പൻ, പറ്റിയത് പറ്റി. ഇനിയിപ്പം എനിക്കിപ്പം ആഫ്റ്റർ സാറ്റ്, ഞാനിപ്പോൾ സാറ്റ് എടുത്തിട്ട് 1 വർഷമായി. ആഫ്റ്റർ 1 ഇയർ ഞാനിപ്പം എൻ്റെ മാസ്റ്റേഴ്സ് കോഴ്സ് ചെയ്യാൻ പോവുകയാണ്. ആൻഡ് ഐ നോ വാട്ട് ഐ ആം ഗോയിങ് ടു ഡു. എനിക്ക് എന്താണ് വേണ്ടത്, എൻ്റെ സ്ട്രോങ് ഹോൾഡ് എവിടെയാണ്, എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇതൊക്കെ എനിക്കിപ്പം നല്ല പ്രോപ്പറായിട്ട് അറിയാം. ഓൾസോ എൻ്റെ സ്ട്രോങ് ഹോൾഡ് എവിടെയാണ്, ഞാൻ എന്ത് ചെയ്യാൻ പാടില്ല, ഞാൻ എന്ത് മാത്രമേ ചെയ്യാവുള്ളൂ, അതൊക്കെ എനിക്കിപ്പോൾ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് എൻ്റെ മാസ്റ്റേഴ്സ് എടുക്കാൻ പോകുമ്പോൾ ഐ നോ വെർ മൈ കരിയർ ഈസ് ഗോയിങ് ടു. എനിക്കിപ്പം എൻ്റെ മാസ്റ്റേഴ്സ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം, അതിലെങ്ങനെ ഫോർവേഡ് ചെയ്യണമെന്നറിയാം. അതൊരു പോയിന്റ് ഓഫ് ടൈം കഴിഞ്ഞിട്ട് അതിൽ ഞാൻ എങ്ങനെ കരിയർ ബിൽഡ് ചെയ്യണമെന്ന് എനിക്കറിയാം. അറ്റ് ദ എൻഡ് ഓഫ് മേ ബി ആഫ്റ്റർ 5 to 10 years ഈ കരിയർ എൻ്റെ എവിടെ ചെന്ന് നിൽക്കണം, അങ്ങനെ ഒരു സെറ്റ് ഓഫ് ഗോൾസ് എനിക്കിപ്പോൾ സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മേ ബി സാറ്റ് എടുക്കാത്ത നമ്മുടെ നാട്ടിലെ ഒരു റൂറൽ ഏരിയ എന്നുള്ളൊരു കുട്ടിയെ സംബന്ധിച്ച് ഇതൊരു വലിയൊരു ടാസ്ക് ആയിരിക്കും. എങ്ങനെ നമ്മുടെ കരിയർ സെറ്റ് ചെയ്യണം, നമ്മളെ തന്നെ എങ്ങനെ മനസ്സിലാക്കണം എന്നൊക്കെ. പക്ഷേ ഇതെടുത്തതിന് ശേഷം എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു. ഫ്യൂച്ചറിലോട്ട് എന്ത് ചെയ്യണം, ഇനി ഞാൻ എന്ത് ചെയ്യണം, വാട്ട്സ് മൈ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നൊക്കെ ഉള്ളത് എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു. സോ ഇത് ഞാൻ പറഞ്ഞ ഇതിപ്പോൾ ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷമാണ്, അണ്ടർ ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് സാറ്റ് എടുക്കുന്നത്. ഞാനിതൊരു മിനിമം +2 അല്ലെങ്കിൽ ഒരു 10th എടുക്കുമായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ നിൽക്കുന്ന സ്റ്റേജിൽ പോലും ഞാൻ നിൽക്കത്തില്ലായിരുന്നു. ഞാൻ കുറേ കൂടെ നേരത്തെ ഒന്നുകൂടെ റെഡി ആയേനെ. സോ നമ്മളിപ്പം നമ്മുടെയൊക്കെ അനിയനും അനിയത്തിമാർക്കൊക്കെ ഈ സാധനങ്ങൾ നമ്മൾ ഫ്യൂച്ചറിൽ എന്ത് ചെയ്യണം, വാട്ട് ഷുഡ് ഐ ഡു, അങ്ങനെ ഭയങ്കര ടെൻസ്ഡ് ആയിരിക്കും. അപ്പം ഫ്യൂച്ചറിലോട്ട് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല, ആംബിഷൻസ് ഇല്ല, പാഷൻസ് അറിയത്തില്ല, വാട്ട് ഐ എം ഗുഡ് ആയിട്ട് അറിയത്തില്ല. സോ അങ്ങനെയൊക്കെ നമുക്ക് ഡൗട്ടായിട്ടിരിക്കുമ്പോൾ സാറ്റ് എടുക്കുന്നത് ഈസ് വെരി ഗുഡ് ഓപ്ഷൻ. സാറ്റ് എടുത്ത് ഞാൻ ജോസഫ് സാറിൻ്റെ അടുത്ത് പോയി, ഞാൻ എടുത്തു. എൻ്റെ സിസ്റ്ററും ചെയ്തിരുന്നു. സിസ്റ്റർ 10th അവളും ചെയ്തു. സോ വി കെയിം ടു നോ. ഇപ്പം എൻ്റെ അനിയത്തിക്കാണെങ്കിലും ഏറ്റവും ബെസ്റ്റ് എന്താ ഓപ്ഷൻ എന്നുള്ളത് അവൾക്ക് തന്നെ ഒരു റിയലൈസേഷൻ വന്നു. ഇപ്പം എൻ്റെ പാരൻസ് അവളെ പോസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഞാൻ ബ്രദറായിട്ട് ഞാൻ പോസ് ചെയ്യുന്നതോ പോലെയല്ല. അവൾ തന്നെ അവളുടെ എബിലിറ്റീസ് മനസ്സിലാക്കുന്നു, അതിൽ ഇനി എങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്യണമെന്ന് അവൾ മനസ്സിലാക്കുന്നു. ആൻഡ് ഷീ ഈസ് ടേക്കിംഗ് ദ ഡിസിഷൻസ്. സോ നമ്മുടെ ഒരു റൂറൽ ഏരിയ എന്നുള്ള എല്ലാ കുട്ടികളും ഇത് ചെയ്താൽ വെരി ഗുഡ്, വേ മച്ച് ബെറ്റർ എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, സോ മൈ ഫൈനൽ കൺക്ലൂഷൻ ഈസ് ദാറ്റ് ഞാൻ സാറ്റ് എടുത്തതുകൊണ്ട് എനിക്കൊരിക്കലും നഷ്ടം ഉണ്ടായിട്ടില്ല. ഓക്കെ, ഇതിനൊരു ചെറിയ ഫീസ് ഉണ്ട്, ബട്ട് ആ ഫീസ് ഒരിക്കലും എനിക്ക് നഷ്ടമായി ഫീൽ ചെയ്തില്ല. ബിക്കോസ് എനിക്ക് അതിൽ നിന്ന് ഉണ്ടായ റിട്ടേൺസ് വളരെ ഹൈ ആയിരുന്നു. സോ ഐ നോ ഹൗ മൈ കരിയർ ഇസ് ഗോയിങ് ടു ബി ആൻഡ് ഞാനിത് എങ്ങനെ ഫോർവേഡ് ചെയ്യണം എന്നുള്ളത് എനിക്കറിയായിരുന്നു. സോ ഇറ്റ്സ് ദ സെയിം തിങ് വിത്ത് മൈ പാരൻസ് ഓൾസോ. ഇനി അവരുടെ മകനെ അല്ലെങ്കിൽ മകളെ എങ്ങനെ ഫോർവേഡ് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ എൻ്റെ പാരൻസിന് കിട്ടി. സോ ഐ തിങ്ക് ഇറ്റ്സ് ബെറ്റർ ഇഫ് എവരി വൺ ടേക്സ് ദാറ്റ്.